ജീവിച്ചിരുന്നു അല്ലയോ എന്നുള്ളതിന് തെളിവ് നിങ്ങൾ എങ്ങനെ ഹാജരാക്കും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. നിയമത്തിന് പൂർണ്ണമായി സ്റ്റേ ഇല്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത്. പക്ഷേ അപ്പോഴും ഭാഗികമായ സ്റ്റേ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 2 വകുപ്പുകൾക്ക് സ്റ്റേ ഉണ്ട്. നമുക്കിപ്പോൾ നോബൽ മാരിക്കാരൻ കൂടി ചേരുന്നു. നോബൽ മാരിക്കാരൻ, കേന്ദ്ര സർക്കാരിന് അത് തിരിച്ചടിയാണ്, ഭാഗികമായ തിരിച്ചടി എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും അല്ലേ നോബൽ? അരുൺ, തീർച്ചയായും കേന്ദ്ര സർക്കാരിന് ഭാഗികമായാണ് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം ചില വകുപ്പുകൾ ഇതിൽ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വഖഫ് നൽകാൻ 5 വർഷം മതാചാരം പിന്തുടരണം എന്ന വ്യവസ്ഥയ്ക്ക് ഇപ്പോൾ സ്റ്റേ വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ വഖഫിൽ ബോർഡിൽ 4-ൽ കൂടുതൽ മുസ്ലിങ്ങൾ അംഗങ്ങൾ പാടില്ല എന്ന കാര്യത്തിലും സ്റ്റേ ഉണ്ട്. ജില്ലാ കളക്ടറെ അധികാരം സ്റ്റേ ചെയ്തിരിക്കുന്നു. പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഈ സ്റ്റേ ഉണ്ടായിരിക്കുന്നത്. ഒപ്പം കളക്ടർക്ക് പൗരന്മാരുടെ വ്യക്തിപരമായ അവകാശങ്ങൾ തീർപ്പാക്കാൻ അനുവാദമില്ല എന്നൊരു തീരുമാനം കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ട്രിബ്യൂണൽ വിധി പ്രസ്താവിക്കുന്നതുവരെ 3ാം കക്ഷിക്ക് തീരുമാനമെടുക്കാനാകില്ല എന്നും ഇതിൽ പറയുന്നു. അതായത് പ്രധാനപ്പെട്ട ചില വകുപ്പുകളിൽ, ചില കാര്യങ്ങളിൽ ഇത് സ്റ്റേ സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് കേന്ദ്ര സർക്കാരിന് ഭാഗികമായാണെങ്കിലും തിരിച്ചടിയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം പാർലമെന്റിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോഴടക്കം പല ഘട്ടങ്ങളിലും പ്രതിപക്ഷ പാർട്ടി എംപിമാർ നിരന്തരം ഉന്നയിച്ച വിഷയങ്ങൾ ഇതിലുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കളക്ടർക്ക് അധികാരം കൂടുതൽ നൽകുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ 4-ൽ കൂടുതൽ മുസ്ലിം അംഗങ്ങൾ, ഈ അമുസ്ലിങ്ങളെ ഈ വഖഫ് ബോർഡിൽ ഉൾപ്പെടുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീരുമാനം ഉണ്ടായതിനെ എതിർക്കപ്പെട്ടിരുന്നു. അത്തരത്തിലുള്ള വകുപ്പുകൾക്കൊക്കെ സുപ്രീം കോടതിയിൽ എത്തുമ്പോഴും സ്റ്റേ ഉണ്ട് എന്ന് പറയുന്നത് ഈ ഹർജിക്കാർ ഉയർത്തിയ വാദങ്ങൾ കോടതി അംഗീകരിച്ചു എന്നതിന്റെ തെളിവ് കൂടിയായി നമുക്ക് ഈ ഘട്ടത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയും. എന്താണെങ്കിലും അത്തരത്തിൽ ഹർജിക്കാർക്ക് ഭാഗികമായ ആശ്വാസം നൽകുന്ന തീരുമാനമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വിധി പ്രസ്താവം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. നിലവിൽ വരുന്ന പ്രകാരമാണെങ്കിൽ കേന്ദ്ര സർക്കാരിനടക്കം തിരിച്ചടികൾ ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഈ സ്റ്റേകൾ നമുക്ക് ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജില്ലാ കളക്ടർ അധികാരത്തിന് സ്റ്റേ നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ മറ്റ് ഈ ഒരു വഖഫ് ബോർഡിൽ ഈ 4-ൽ കൂടുതൽ അമുസ്ലിങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന വിധി സ്റ്റേ ചെയ്തിരിക്കുന്നു. അക്കാര്യത്തിൽ സ്റ്റേ ചെയ്തിരിക്കും. ഒപ്പം ചില വകുപ്പുകൾ ഇതിൽ സ്റ്റേ ചെയ്യാതെ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വരും മിനിറ്റുകളിൽ നമുക്ക് ലഭിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. അരുൺ.